ഇറാന്റെ പുതിയ പിൻഗാമിയെയും വധിക്കുമെന്ന് ഇസ്രായേൽ. ഇറാന്റെ പരിപൂർണമായ നാശം കണ്ടേ മടങ്ങുകയുള്ളൂ എന്ന് അമേരിക്ക. പശ്ചിമേഷ്യയിലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴിതാ ആയത്തുള്ള ഖുമൈനിയുടെ പിൻഗാമിയായി ചുമതലയേൽക്കുന്ന ഏതൊരാളെയും വധിക്കുമെന്നും ഇസ്രായേലിന്റെ സൈനിക നടപടിയിൽ നിന്ന് ആരും രക്ഷപ്പെടില്ലെന്നും IDF ഔദ്യോഗികമായി അറിയിച്ചു. ഇറാന്റെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ചുമതലപ്പെട്ട അസംബ്ലി ഓഫ് എക്സ്പേർട്സിനും ഇസ്രായേൽ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മാർച്ച് 8-ന് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ ഖമൈനിയുടെ പിൻഗാമിയെ നിശ്ചയിക്കാൻ ഒത്തുകൂടുന്ന സമിതിയിലെ അംഗങ്ങൾ ഇസ്രായേലിന്റെ നേരിട്ടുള്ള ലക്ഷ്യമായിരിക്കുമെന്ന് സൈന്യം വ്യക്തമാക്കി. ഇസ്രായേൽ വിരുദ്ധ നയങ്ങൾ തുടരുന്നതിനായി ആരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിലും അവരെ ഞങ്ങൾ വേട്ടയാടും എന്നാണ് പേർഷ്യൻ ഭാഷയിൽ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇസ്രായേൽ സൈന്യം അറിയിച്ചത്. ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ ഇറാന്റെ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന അസ്ഥിരത മുതലെടുത്ത് ആത്മവീര്യം തകർക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. 2026 ഫെബ്രുവരി അവസാനത്തോടെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ എപിക് ഫ്യൂറി എന്ന സൈനിക നീക്കത്തിനിടെയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖുമൈനി കൊല്ലപ്പെട്ടത്. ഇതിനു പിന്നാലെ ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ, എണ്ണ ഡിപ്പോകൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയ്ക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയിരുന്നു. ഖുമൈനിക്ക് പകരം ഒരു നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമം ഇറാൻ ആരംഭിച്ചെങ്കിലും അത് തടയാനാണ് ഇസ്രായേലിന്റെ നീക്കം. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ഈ നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തി. ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ഏത് ഇറാനിയൻ നേതാവും വധിക്കപ്പെടേണ്ടവനാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അംഗങ്ങൾക്കിടയിൽ ഒരു പിൻഗാമിയെ കുറിച്ച് ധാരണയായതായി സൂചനയുണ്ടെങ്കിലും ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണം കാരണം വോട്ടെടുപ്പ് സുഗമമായി നടത്താൻ ഇറാന് സാധിക്കുന്നില്ല. യുദ്ധം ആരംഭിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ പശ്ചിമേഷ്യയിൽ നിന്ന് പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ തിരിച്ചടിക്കായി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത പ്രതിരോധം ഇറാന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ യുദ്ധത്തിന്റെ ഭാവി നിർണയിക്കും. പിൻഗാമിയെ നിശ്ചയിക്കാനുള്ള ഇറാന്റെ ഓരോ നീക്കത്തെയും സൈനികമായി നേരിടാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഇതിനിടെയാണ് ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ഉന്നമിട്ട് ഇസ്രായേൽ US സംയുക്ത ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ കനത്ത നാശമാണ് ഇറാനിലുണ്ടായത്. അതിനിടെ ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ 2 ഇസ്രായേലി സൈനികർ കൂടി പരിക്കേറ്റു. അതേസമയം യുദ്ധത്തിൽ ബ്രിട്ടൻ പങ്കാളിയാകാത്തതിൽ നീരസം പ്രകടിപ്പിച്ച ട്രംപ് രംഗത്തെത്തി. ഇനി യുദ്ധക്കപ്പലുകൾ അയക്കേണ്ട ആവശ്യമില്ലെന്നും യുദ്ധം ജയിച്ചതിനു ശേഷം കൂടെ കൂടേണ്ടെന്നും ബ്രിട്ടന്റെ നീക്കം മറക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ സമ്പൂർണ്ണ നാശം പരിഗണനയിലെന്നും അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇന്നേ വരെ ആക്രമിക്കാൻ ആലോചിക്കാത്ത ഇടങ്ങളിൽ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തു. ഇതേസമയം പ്രധാന ആയുധ നിർമ്മാതാക്കൾ വൈറ്റ് ഹൗസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇറാന്റെ സമ്പൂർണ്ണ നാശമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. അയൽരാജ്യങ്ങൾ ആക്രമിക്കില്ലെന്ന് ഇറാൻ വ്യക്തത നൽകിയിരുന്നു. അയൽരാജ്യങ്ങളുമായി യാതൊരു പ്രശ്നമില്ലെന്നും തങ്ങളെ ആക്രമിക്കാൻ അയൽരാജ്യങ്ങളിലെ സ്ഥലങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ തിരിച്ച് ആക്രമിക്കില്ലെന്നുമായിരുന്നു ഇറാന്റെ അറിയിപ്പ്. ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് എത്തിയത്. ഇറാൻ തോറ്റുകൊണ്ടിരിക്കുകയാണെന്നും മിഡിൽ ഈസ്റ്റിൽ ഇറാൻ തോൽവി രുചിച്ചിരിക്കുന്നെന്നും ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ പറയുന്നു. സമ്പൂർണമായി ഇറാൻ തങ്ങൾക്ക് കീഴ്പ്പെടണമെന്നും ആവശ്യപ്പെട്ടു. ഇതുവരെ ഞങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ചില സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നു. വലിയ വിനാശമുണ്ട്.